ഇനി നമുക്കൊരു ഈസി പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് വൃത്തിയാക്കി വെച്ച പോർക്കിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് മീറ്റ് മസാല, പിന്നെ ആവശ്യത്തിന് ലൈം ജ്യൂസ്. ശേഷം വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത് നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ ഈ മിക്സിലോട്ട് ചേർക്കുക. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. ഈ മസാല കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ പിടിക്കണം. അതിനുശേഷം ഒരു മൺചട്ടി ചൂടാക്കി അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് പെരുംജീരകം മൂപ്പിച്ചെടുക്കണം. ജീരകം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഈ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ സവാളയുടെ കുത്തലൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ഈ വഴണ്ട് വരുന്ന സമയം വരെ നമ്മൾ ഇതിനെ ഇളക്കി കൊടുക്കണം. സവാള നന്നായിട്ട് സോഫ്റ്റ് ആയതിന് ശേഷം വേണം അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ ചതച്ച് വെച്ചത് ചേർക്കാൻ. ശേഷം കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് നമ്മുടെ മസാലപ്പൊടിയൊക്കെ നന്നായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ശേഷം നമ്മളൊരു തക്കാളി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് മസാലയൊക്കെ നന്നായി റെഡി ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പോർക്കും അതിൻ്റെ ഗ്രേവി എല്ലാം കൂടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇതിന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പോർക്ക് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഈ സമയത്ത് നമ്മളിത് ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഞാനിതിൽ മുളക് പൊടി വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എരിവിനിടുന്നത് നല്ല പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ്. അപ്പോൾ ആവശ്യത്തിന് കുരുമുളക് പൊടി കുറച്ച് എരിവ് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാല അതും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഒരു സെമി ഗ്രേവി പോലെയാണ്, ഡ്രൈ റോസ്റ്റ് അല്ല ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഗ്രേവി എന്നുള്ള രീതിയിൽ വേണം നമ്മളിതിനെ ഒന്ന് ഒതുക്കിയെടുക്കാൻ. ആവശ്യത്തിന് പെരുംജീരകം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം ഒരു പാനിൽ ആവശ്യത്തിന് നെയ്യ് ചൂടാക്കി അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് മൂപ്പിച്ച് ഇതിലോട്ട് ചേർക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തേങ്ങാക്കൊത്തും പിന്നെ നല്ല കുരുമുളകിൻ്റെ മണമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണിത് കഴിക്കാൻ. നല്ല ചൂട് പുട്ടിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പോർക്ക് റോസ്റ്റും കൂടി ചേർത്ത് കഴിച്ച് നോക്കിയാലോ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബൈ.